ഇത് വളരെ പ്രധാനമുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ സ്വർണ്ണം എടുക്കാൻ പോയതാണെന്ന് ഒരാൾ കമന്റ് വെച്ചു, അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അഫർമേഷൻസിനെ പറ്റി നിങ്ങളോട് ഇന്നലെ എല്ലാം പറഞ്ഞു, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ ഒരു കാര്യം ഇന്ന് പറയാൻ പോകുന്ന, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ അഫർമേഷൻ പറയുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ 2 ക്ലാസ്സുകൾ പൊതുവേ ഞാൻ നിങ്ങൾക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം നോർമൽ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളൊന്ന് റെഡി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പലപ്പോഴും പറയാതിരുന്നത്. കാരണം അത് അത്രയും കൃത്യമായി വേണ്ടവരിൽ എത്തണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു. അതായത് ഈ അഫർമേഷനും ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഴ്സാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഈ ബ്ലോക്കേജുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ബ്ലോക്കേജുകളെ ഹിപ്നോസിസം വഴി റിമൂവ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഈ അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തെ പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനോട് ചെയ്യുന്നത്. അപ്പൊ അത് കോഴ്സ് ആവശ്യമുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് അതിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ, നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ഹിപ്നോസിസത്തിലൂടെ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന പ്രക്രിയയാണ്. പക്ഷെ അത് ഫേസ് ടു ഫേസ് ആണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോഴ്സ് ഓൾറെഡി ബിൽറ്റിൻ ആണ് നമ്മുടെ കോഴ്സിന് എടുത്തിട്ട്. പക്ഷെ ആദ്യം നിങ്ങളുടെ ട്യൂണിങ് ആക്കി അതിന്റെ ടെക്നിക്ക് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത് നല്ല അടിപൊളിയായിട്ട് ലഭിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന കോഴ്സാണ്. വേണമെങ്കിൽ ബന്ധപ്പെട്ടോളൂ, ഞാൻ തരാം. നെക്സ്റ്റ് തിരുവനന്തപുരം പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാവർക്കും അത് വളരെ കൃത്യമായി അതിന്റെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് വരും. ഇപ്പൊ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് പഠിപ്പിക്കുന്നില്ല. അതുപോലെ മറ്റൊരു കോഴ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് പറയുന്ന സാധനം. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധനം. ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചെറുപ്പം മുതലേ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറെ ധാരണകൾ ഉണ്ടാവും, കുറെ നമ്മൾ പഠിച്ചു വെച്ച കുറെ വിഷയങ്ങൾ ഉണ്ടാവും. പല കാര്യങ്ങളിലും നമ്മളെ മുടക്കി കളയും. ചില ബിലീവ് സിസ്റ്റത്തെ അത് നമുക്ക് എത്ര ശ്രമിച്ചാലും തകർക്കാൻ പറ്റാത്ത ബിലീവ് സിസ്റ്റം ഉണ്ടാവും. ചെറുപ്പത്തിൽ പൈസയെ പറ്റി പറയുമ്പോൾ വീട്ടിൽ അടി കിട്ടുന്ന കുറെ വീടുകൾ ഉണ്ടായിരുന്നു. പൈസയെ പറ്റി ചോദിച്ചാൽ അച്ഛനമ്മ അന്നേരം അടിക്കുന്ന കാലഘട്ടം കുറെ വീടുകളിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഈ ആൾക്കാർക്ക് പൈസയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ അടിയാണ്, അല്ലെങ്കിൽ പേടിയാണ്. അല്ലെങ്കിൽ പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ അടിക്കുന്ന ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുക, ഏതെങ്കിലും ഒരു കാര്യം പഠിക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത ഡിപ്രഷനും ടെൻഷനും ഒക്കെ ആയി വല്ലാത്ത അവസ്ഥയിൽ പോയി കളയും. കുട്ടികൾക്കായാലും ഇപ്പൊ വലിയവര് പിന്നെ പഠിക്കുന്നത് വേണ്ടാന്ന് വെച്ചാൽ ഒഴിവാക്കി വരാമല്ലോ. എന്നാലും പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് ഉണ്ടാവും. അപ്പൊ അവർക്കും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ഹീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. ചില ആൾ നിങ്ങൾ വെച്ചാൽ മതി, നിങ്ങൾക്ക് ഉദാഹരണം പറയാം. ബിസിനസ് നടത്തുന്നു, ഒരു ബിസിനസ് നടത്തി നല്ല നിലയിൽ പോകുന്നു, പെട്ടെന്ന് ടൈ എന്ന് പറഞ്ഞത് പൊട്ടിപ്പോകുന്നു, കംപ്ലീറ്റ് പോയി. എന്താ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ അറിയില്ല, കംപ്ലീറ്റ് തകർന്നു പോകും. വീണ്ടും അവർ ഒരു ബിസിനസ് കൂടി റെഡിയാക്കും, അവിടെ നിന്ന് ഇവിടുന്ന് കാക്കും, റെഡിയാക്കി നല്ല നിലയിൽ എത്തുമ്പോൾ അത് വീണ്ടും തകർന്നു പോകും. പിന്നെയും ബിസിനസ് ചെയ്യുന്നു. ഇങ്ങനെ പോകുന്ന കുറെ ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് അത് തന്നെ നടക്കുന്നു. അതുപോലെ ജോലി, എവിടെ പോയാലും ശാശ്വതമായ ജോലിയില്ല. കിട്ടുന്നു, നല്ല പെർഫോം ചെയ്യുന്നു, പെട്ടെന്ന് ജോലി പോകുന്നു. അല്ല, ഒന്നുകിൽ ആ കമ്പനി പൂട്ടി പോകുന്നു, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ അസുഖം, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ജോലി പോകും. പിന്നെ ഒരു കൂട്ടർ ആൾക്കാരുണ്ട്, വീട് എത്ര വീട് വെച്ചാലും എല്ലാം കൂടി സെറ്റ് ആവും, അത് കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടി വരും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഹീലിംഗുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അവർക്കുള്ള കോഴ്സാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റ് എന്ന് വെച്ചാൽ അവര് ആ വിഷയത്തിൽ നിന്നും ഹീൽ ചെയ്തെടുക്കും, ഒക്കെ എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് അവരെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ ആ കോഴ്സ് നിങ്ങൾക്ക് ഇപ്പൊ ഈ അടുത്ത മാസം കോഴ്സ് എല്ലാം റെഡിയാണ്. ഞാൻ ഇതിനെ പറയാനുള്ള ഒരു ചില സമയത്ത് മറന്നു പോകുന്നത് കൊണ്ടാണ് ഇവിടെ പറയാതിരുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇത്തരം വിഷയങ്ങളെ ഓവർകം ചെയ്യാനുള്ള 2 കോഴ്സുകളാണുള്ളത്. അത് വേണ്ടവർ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണം. നെക്സ്റ്റ് ഇയർ എല്ലാവർക്കും ഓപ്പൺ ആക്കി തരാം. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല കേട്ടോ. നമ്മളിപ്പോ ചെയ്യുന്ന 1000 2000 അല്ലാന്ന് മാത്രമേ ഉള്ളൂ, ഇതിനേക്കാളും കൂടുതലാന്നുള്ളൂ. അല്ലാതെ വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അത്രയും വർക്ക് ചെയ്യാനുണ്ട്, അതിനകത്ത് കഴിയുന്നുണ്ട്. പിന്നെ ഹീൽ ആൻഡ് മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആവശ്യം, ഹീൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അത്
പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഹീൽ ചെയ്തെടുക്കാവുന്ന ഇത്തരം ചെറിയ ചൈൽഡ്ഹുഡ് ട്രോമാസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്ത് തന്നെ എടുത്തു തരാം, അതും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്തായാലും പറഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഓർമ്മ വന്നപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നിങ്ങളെ അതിസമ്പന്നനാക്കാൻ സഹായിക്കുന്ന 5 അഫർമേഷൻസിനെ പറ്റി പറയണം. ആർക്കെങ്കിലും അതിൽ താല്പര്യമുണ്ടോ? സമ്പന്നനാവാൻ താല്പര്യമില്ലാത്തവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ 1, 2, 3 കൈകളൊന്ന് പൊക്കോ. 3 കൈ പൊക്കോ. 2 കൈയല്ല, 3 കൈയൊക്കെ പൊക്കാവും. ഞാൻ ഇങ്ങനെ പൊക്കി വെച്ചു. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പൊക്കുക. എന്തിനാ പൈസ ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ അല്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കൈ പൊക്കാൻ പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് പൊക്കി കാണിച്ചാൽ മതി. നിങ്ങൾ സമ്പന്നനാവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ എന്തിനൊക്കെ സമ്പന്നത വേണമെന്നൊക്കെ ഞാൻ കൃത്യമായി നമ്മുടെ മനസ്സൊരു വിസ്മയം പുസ്തകത്തിൽ പറയുന്നുണ്ട്. സമ്പന്നത എന്ന് പറയുന്നത് നോട്ട് ഓൺലി മണി, മണിയിൽ മാത്രം പിടിച്ചു നിൽക്കരുത്, മറ്റെല്ലാ കാര്യങ്ങളും കൂടുമ്പോഴാണ് സമ്പന്നനാവുന്നത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് സമ്പത്തും അതെങ്ങനെ നമ്മളിൽ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിന് ലളിതമായ, വളരെ 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 ലളിതമായ ഒരു 5 അഫർമേഷൻ, 5ഓ 6ഓ കിട്ടിയാൽ നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചോളൂ. ഞാൻ 6 അഫർമേഷൻസ് പറയാൻ പറ്റും. 5 നേരത്തെ കണ്ടില്ല, പക്ഷെ 6 ഉപയോഗിക്കേണ്ടി വരുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്നും നിങ്ങൾ എഴുതി വെച്ചോളുക, എന്നും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അവിടെ സമ്പന്നത ഇങ്ങനെ വരുമ്പോ എന്റെ ഗൂഗിൾ പേ നമ്പർ 7511107924 മറക്കാതിരിക്കുക. കാരണം എനിക്കും വേണമല്ലോ സമ്പന്നത, അല്ലെ? നിങ്ങൾ തന്നാലേ എനിക്കും ഉണ്ടാവുക. പണ്ടൊന്നും ഞാനിത് പറയുന്നുണ്ടായിട്ടില്ലല്ലേ, ഇപ്പൊ പറയാൻ തുടങ്ങി. കാരണം വരുമ്പോഴാണല്ലോ അതിനോട് കൂടുതൽ കൂടുതൽ ടേസ്റ്റ് വരുന്നല്ലേ, കഴിക്കുന്നത്ര ടേസ്റ്റ് വരുന്ന പോലെ തന്നെയാണ്. അതുകൊണ്ട് സമ്പന്നതയോട് പറഞ്ഞു പോരെ പോര്, അല്ലെ? പണ്ട് പറഞ്ഞില്ലേ, പൂമുഖൽ വാതുക്കൽ ആരോ കാത്തു നിൽക്കുന്നു പറഞ്ഞ് ഇപ്പൊ അത് മാറ്റി. പൂമുഖാതുക്കൽ, പണ്ട് പൂമുഖാതുക്കൽ ആരായിരുന്നു കാത്തു നിന്നത്? ഇപ്പൊ സ്നേഹം വിളമ്പുന്ന ഭാര്യയല്ല, പോക്കറ്റിൽ നോക്കുന്ന ഭാര്യയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എല്ലാവരും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അപ്പൊ ഓക്കെ, അപ്പൊ അതിനുവേണ്ടി തയ്യാറായിക്കോളാം. എഴുതിക്കോളാം അഫർമേഷൻ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട്. 5 അഫർമേഷൻസ് മാത്രം, 6 അഫർമേഷൻസ് ഞാൻ പറയാം, നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് പറയാം. നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ, സമ്പത്തിനെ അതിന്റെ അഭിവൃദ്ധിയിലേക്ക് എത്തിക്കാൻ, അതിനെ കൂട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിനെ നിങ്ങളുടേതായ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കാൻ, നിങ്ങളിലേക്ക് അത് ആകർഷിച്ചെടുക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന 6 ഏറ്റവും ഫലപ്രദമായ അഫർമേഷൻസ് ആണ് പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഇത്ര മാത്രമാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ, എഴുന്നേറ്റ ഉടനെ എന്ന് പറയുമ്പോൾ പല്ല് തേക്കേണ്ട സാറെന്ന് ചോദിക്കരുത്, പല്ല് തേച്ച് ഫ്രഷായി പറ്റുമെങ്കിൽ ഒന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഉടനെ പുസ്തകം എടുക്കുക. ഈ 6 അഫർമേഷൻസ് 15 മിനിറ്റ് സമയം എടുത്തുകൊണ്ട്, എത്ര? 5 മിനിറ്റ് ഒന്നും പറഞ്ഞ സമയം ഉണ്ടല്ലോ നമ്മളിൽ, അല്ലെ? അതുകൊണ്ട് 15 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് നല്ല വികാരത്തോടു കൂടി, നല്ല ചിത്ര വിഷ്വലൈസേഷനോട് കൂടി എഴുതുക. എന്നല്ല പറഞ്ഞു, ബോധപൂർവം, വികാരപൂർവം, സ്ഥിരതയോടുകൂടി, വ്യക്തതയോടുകൂടി, പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി എന്നും എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം അത്രയും തവണ അത് പറയുക. എത്ര തവണ പറയാൻ പറ്റും എന്ന എണ്ണം അൺലിമിറ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും നിശ്വാസത്തിലും പറയുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അത് എത്ര പറയാൻ പറ്റും എന്നതിന് ഒരു കണക്കുമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതിന് പറയുന്നതിന് ലിമിറ്റ് വെച്ചോളൂ. നിങ്ങൾക്ക് ലഭിക്കേണ്ട സമ്പത്ത് എനിക്ക് ഇത്ര 500 മതി, 1000 മതി എങ്കിൽ നിങ്ങൾ ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യം പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് സമ്പത്തിന് കൂടുതൽ വേണമെങ്കിൽ അൺലിമിറ്റഡ് ടൈം പറയുക. ഇത് ഞാൻ നേരെ മറ്റാരും പറയാത്ത കണ്ടീഷൻ മറ്റൊരു രീതിയിലാണ് പറയുന്നത്. കാരണം അഫർമേഷൻസ് അത് നമ്മളായിത്തീരണം, സ്ഥിരീകരണങ്ങളായി തീരണമെങ്കിൽ നമ്മൾ എപ്പോ തൊട്ടാലും ഉറക്കത്തെ വിളിച്ചാലും ഇത് പറയാൻ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ പാകപ്പെടുത്തുമ്പോൾ ഇത് സംഭവിക്കും. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ നിരന്തരമായ പ്രാക്ടീസിലൂടെ, നിരന്തരമായ പാകപ്പെടുത്തലിലൂടെ അവിടേക്ക് സ്ഥിരമായി ലഭിക്കേണ്ട ആ മൂല്യങ്ങളെ നൽകിക്കൊണ്ട് ബ്രെയിനിന്റെ പാറ്റേൺസിനെ നമ്മൾ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇത് സംഭവിക്കും. കാരണം വളരെ ലളിതമാണ് പറഞ്ഞാൽ, ബ്രെയിനിൽ നിന്നും പുറപ്പെടുന്ന ചിന്തകളാണ് നമ്മളെ ജീവിതം നിർണ്ണയിക്കുന്നത്. ഇത് പലവട്ടം പറഞ്ഞു. അപ്പോൾ ചിന്തകൾ പുറപ്പെടുവിക്കണമെങ്കിൽ അതിന് തത്തുല്യമായ ചില ചേരുവകൾ ബ്രെയിനകത്ത് ചേരണം. ആ ചേരുന്നതിനെ പറഞ്ഞ ന്യൂറോൺസിന്റെ ഫയറിംഗ് ആൻഡ് ട്രിഗറിംഗ് എന്ന് പറയുന്നത്.
അത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം ബ്രെയിൻ ഫുൾ വർക്ക് ചെയ്യുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. അതായത് വെറും ലിക്വിഡ് രൂപത്തിലാണ് ബ്രെയിൻ ഉള്ളത്. എങ്ങോട്ട് വേണമെങ്കിലും ഇതിനെ ചലിപ്പിക്കാം, എങ്ങോട്ട് വേണമെങ്കിൽ വളക്കാം. നിങ്ങൾക്ക് വളക്കാം, ഓടിക്കാം, അല്ലെ ഓടിച്ച പിന്നെ തീർന്നു. വളക്കാം, തിരിക്കാം, കറക്കാം. അങ്ങനെയല്ലേ നമ്മൾ ചില കറക്കൽ ഉണ്ടാവും, വളക്കലുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിനെ നമുക്ക് നമ്മുടെ തോട്ട്സ് കൊണ്ട് മാറ്റാൻ പറ്റും. അപ്പോൾ അത്രയും കൃത്യമായി പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കുള്ള വിഷയം എന്താണ്? നമുക്ക് രണ്ട് വിഷയങ്ങളാണ് ഇതിനകത്ത് നമ്മളെ അലട്ടുന്നതല്ലേ എന്ന് പറഞ്ഞ് ഇന്നലെ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ഇതിന് തടസ്സപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ഇന്നലത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ പുസ്തകം എടുത്ത് തുറന്നു നോക്കണല്ലോ. ഇന്നലെ സാറ് പഠിച്ച മെയിൻ പോയിന്റ് എന്താണ് അല്ലെ? ഇന്നലെ പറഞ്ഞു പോയി, ഇന്ന് പുസ്തകത്തിന്റെ ബാക്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. 10 പ്രധാനപ്പെട്ട രണ്ട് 8 പറഞ്ഞു, 2 ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. ബാക്കി എല്ലാം വേണം. 2 ഉണ്ടായാൽ മാത്രമേ ബാക്കി എല്ലാം ഉണ്ടാവുള്ളൂ. അല്ലെ? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാക്കട്ടെ? ബുദ്ധിമാന്മാരെ ബുദ്ധിമതികളെ പോരും മടി, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു വാക്കേ ഞാൻ പറഞ്ഞു. യെസ്, കോൺസെൻട്രേഷൻ, കൺസിസ്റ്റൻസി ആൻഡ് കോൺസെൻട്രേഷൻ, ശ്രദ്ധ, അതും സ്ഥിരതയുമാണ് ഇവിടെ പറഞ്ഞത്. കോൺസെൻട്രേഷൻ അല്ല, ആക്ച്വലി ഫോക്കസ് ആണ്. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. കോൺസെൻട്രേഷൻ ആൻഡ് സ്ഥിരത, ഇത് രണ്ട് സാധനം എല്ലായിടത്തും ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ സംഭവിക്കുള്ളൂ. അപ്പൊ അത് മറക്കരുത്. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് സംഭവിക്കുക. അല്ലെങ്കിൽ അതിന്റെ നിത്യം കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യുക എന്ന് മറക്കാതിരിക്കുക എപ്പോഴും. അതാണെങ്കിൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. തുടങ്ങി നാളെ റിസൾട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റൊന്ന് റിസൾട്ട് കിട്ടിയാൽ എല്ലാ ദിവസവും റിസൾട്ട് കിട്ടണം എന്നുള്ളതാണ്. ഒരു ദിവസത്തെ റിസൾട്ടിനുള്ള ടെക്നിക്കല്ല, 2 ദിവസത്തെ റിസൾട്ടിന്റെ ടെക്നിക്കല്ല. പിന്നെ എത്ര വർഷമാണ്? എത്ര വർഷം വരെ പോവുക ടെക്നിക്ക്? എന്നല്ല പറഞ്ഞില്ലേ, കാലിന്റെ 2 വിരലുകൾ കൂട്ടി ഒരു ചെറിയൊരു നൂല് കൊണ്ട് കെട്ടുന്ന ഒരു സമയം വരെ അത് പോകണം. ലൈഫ് ലോങ് അത് തന്നെ, അവിടെ വരെ പോകണം. അപ്പൊ അതുകൊണ്ട് കൃത്യമായി പതിപ്പിച്ചെടുക്കണം. അപ്പൊ അഫർമേഷൻ കേൾക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ? തയ്യാറാണെങ്കിൽ എഴുതി വെച്ചോളൂ. ഒന്നാമത്തത്, എന്റെ ബുദ്ധി എപ്പോഴും ധനം സൃഷ്ടിക്കാൻ അനുയോജ്യമായ സാധ്യതകളെ കണ്ടെത്തുന്നു. ബുദ്ധിയെ തന്നെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ബുദ്ധിയില്ലാത്തവർ ആരും ഇല്ലല്ലോ, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, എല്ലാവരും ഭയങ്കര സ്മാർട്ടുമാണ്. എന്റെ ബുദ്ധി എപ്പോഴും ധനം സൃഷ്ടിക്കാൻ അനുയോജ്യമായ സാധ്യതകളെ കണ്ടെത്തുന്നു. ആർക്കെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടോ? അതില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ബുദ്ധി നന്നാക്കി എടുക്കുക, അപ്പോൾ ഇതെല്ലാം സംഭവിക്കും. എന്റെ ബുദ്ധി എപ്പോഴും ധനം സൃഷ്ടിക്കാൻ അനുയോജ്യമായ സാധ്യതകൾ കണ്ടെത്തുന്നു. രണ്ടാമത്തത്, ഞാൻ ധനസമ്പത്തിന്റെ ഒരു മാഗ്നറ്റ് ആണ്. ഞാൻ ധനസമ്പത്തിന്റെ ഒരു മാഗ്നറ്റ് ആണ്. എന്റെ ഓരോ സ്വപ്നവും കൃത്യമായി സഫലമാകുന്നു. രണ്ടും ഒന്നിച്ചാണ്. ഞാൻ ധനസമ്പത്തിന്റെ ഒരു മാഗ്നറ്റ് ആണ്. എന്റെ ഓരോ സ്വപ്നവും കൃത്യമായി സഫലമാകുന്നു. ഞാൻ ധനസമ്പത്തിന്റെ മാഗ്നറ്റ് ആണ്. എന്റെ ഓരോ സ്വപ്നവും കൃത്യമായി സഫലമാകുന്നു. എന്റെ ആശയങ്ങൾ സ്വർണത്തെ പോലെ വിലയേറിയതാണ്. എന്റെ ആശയങ്ങൾ സ്വർണത്തെ പോലെ വിലയേറിയതാണ്. അവ ധനസമ്പത്തായി മാറുന്നു. എന്റെ ആശയങ്ങൾ, ചിലർക്ക് ചിരി വരുന്നത് പറയുമ്പോ തന്നെ, എന്റെ ആശയങ്ങൾ സ്വർണത്തിനെ പോലെ ആയിരുന്നു. എന്റെ ആശയങ്ങൾ സ്വർണത്തെ പോലെ വിലയേറിയതാണ്, അവ ധനസമ്പത്തായി മാറുന്നു. ഇവിടെയാണ് പ്രധാനം. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നതല്ലേ, ആശയങ്ങൾ എടുത്തു ധനസമ്പത്താക്കി മാറ്റിയിരിക്കുന്നു അല്ലെ? നിങ്ങൾക്കും ചെയ്യാം. എന്റെ ആശയങ്ങൾ സ്വർണത്തെ പോലെ വിലയേറിയതാണ്, അവ ധനസമ്പത്തായി മാറുന്നു. അടുത്തത് വളരെ ശ്രദ്ധയോടെ വരുന്ന വലിയ കാര്യമാണ്. എന്റെ എല്ലാ ചെലവുകളും എനിക്ക് ആശ്വസിക്കുന്ന വരുമാനത്തിന്റെ സാധ്യതകളാണ്. എന്റെ എല്ലാ ചെലവുകളും എനിക്ക് ആശ്വസിക്കുന്ന വരുമാനത്തിന്റെ സാധ്യതകളാണ്. കൊടുത്താൽ മാത്രമേ കിട്ടൂ എന്ന് പറയുന്ന പോലെ ചെലവാക്കിയാൽ മാത്രമേ കാശ് നമ്മളിലേക്ക് വരികയുള്ളൂ എന്ന സത്യം കൂടി തിരിച്ചറിയുമ്പോൾ വിഷയമായി എന്റെ എല്ലാ ചെലവുകളും എനിക്ക് ആശ്വസിക്കുന്ന വരുമാനത്തിന്റെ സാധ്യതകളാണ്. ഞാൻ വളരുന്നതോടൊപ്പം എന്റെ സമ്പത്തും വളരുന്നു.
ഞാൻ വളരുന്നതോടൊപ്പം എന്റെ സമ്പത്തും വളരുന്നു. ഞാൻ വളരുന്നതോടൊപ്പം എന്റെ സമ്പത്തും വളരുന്നു. ധനം എനിക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. ഒരേ വേർഡാണിത്. ഞാൻ വളരുന്നതോടൊപ്പം എന്റെ സമ്പത്തും വളരുന്നു. ധനം എനിക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. ഇതെല്ലാം സത്യമാണല്ലോ, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. സ്പീഡ് കൂടിയോ? ഞാൻ റിപ്പീറ്റ് ആയി പറയുന്നുണ്ടല്ലോ. ഞാൻ വളരുന്നതോടൊപ്പം എന്റെ സമ്പത്തും വളരുന്നു. ധനം എനിക്ക് സംതൃപ്തിയും സന്തോഷവും നൽകുന്നു. ഞാൻ സമൃദ്ധിയും ധനവുമുള്ള ജീവിതം ജീവിക്കാൻ അർഹനാണ്. ഞാൻ ധനവും സമൃദ്ധിയും ധനവുമുള്ള ജീവിതം ജീവിക്കാൻ അർഹനാണ്. ഞാൻ സമൃദ്ധിയും ധനവുമുള്ള ജീവിതം ജീവിക്കാൻ അർഹനാണ്. ഞാൻ സമൃദ്ധിയും ധനവുമുള്ള ജീവിതം ജീവിക്കാൻ അർഹനാണ്. അടുത്തത്, ഞാൻ ധനസമ്പത്ത് സൃഷ്ടിക്കാനുള്ള കഴിവുകളും അറിവും നേടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ധനസമ്പത്ത് സൃഷ്ടിക്കാനുള്ള കഴിവുകളും അറിവുകളും നേടിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിവുകളും അറിവുകളും വേണമെങ്കിൽ ഇങ്ങോട്ട് വരിക കേട്ടോ. കുറച്ച് ധനവുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇത് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഞാൻ ധനസമ്പത്ത് സൃഷ്ടിക്കാനുള്ള കഴിവുകളും അറിവുകളും നേടിക്കൊണ്ടിരിക്കുന്നു. 7, 8 എത്രയായി? യെസ്, 7 മതിയല്ലോ. നമുക്ക് സപ്തത്തിൽ തുടങ്ങാം. സപ്തഭാഷ സംഘഭൂമി, സപ്തസ്വരങ്ങൾ, സപ്തത്തിൽ അങ്ങനെയല്ല, എല്ലാം സപ്തത്തിലിരിക്കട്ടെ. അപ്പൊ എല്ലാം 7ലേക്ക് പ്രാക്ടീസ് ചെയ്യുക, ലഭിക്കുക. പിന്നെ ഇത് ഓരോന്നും ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആലോചിച്ചത് നിങ്ങളുടെ ഓരോ ആൾക്കും കണക്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വളരെ ലളിതമായി നിങ്ങൾക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നോർമലി പാകപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ ലളിതമാണ് ഈ സംഭവങ്ങളെല്ലാം. ആർക്കും പറയാവുന്നതാണ്. വലിയ വാക്കിന്റെ വലിയ ഇതൊന്നുമില്ല. വളരെ ലളിതമായി പ്രാക്ടീസ്. പക്ഷെ പ്രാക്ടീസ് ചെയ്യുക, ഇത് അംഗീകരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. 4-മത്തേത് കൃത്യമായില്ല. 4-മത്തെ പറഞ്ഞുതരാമല്ലോ ഒന്നുകൂടി. 1, 2, 3, 4. എന്റെ എല്ലാ ചെലവുകളും എനിക്ക് ആശ്വസിക്കുന്ന വരുമാനത്തിന്റെ സാധ്യതകളാണ്. ചെലവാക്കുന്നതിൽ നമുക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. അതിലൂടെ വരുമാനം വീണ്ടും ഉണ്ടാകും. ഈ ചെലവ് ചെയ്താൽ മാത്രമേ വരുമാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല, ചെലവ് ചെയ്യാതെ കാശുണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ ആർക്കും നടക്കില്ല. അത് മനസ്സിലാക്കി. ഇതൊക്കെ ഞാൻ മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ്സിൽ ഇതൊക്കെ വളരെ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്റെ 2-മത്തെ വേണ്ടേ, ഞാൻ ധനസമ്പത്തിന്റെ ഒരു മാഗ്നറ്റ് ആണ്. എന്റെ ഓരോ സ്വപ്നവും കൃത്യമായി സഫലമാകുന്നു. ഞാൻ ധനസമ്പത്തിന്റെ ഒരു മാഗ്നറ്റ് ആണ്. എന്റെ ഓരോ സ്വപ്നവും കൃത്യമായി സഫലമാകുന്നു. 1 പറഞ്ഞോ. എന്റെ ബുദ്ധി എപ്പോഴും ധനം സൃഷ്ടിക്കാൻ അനുയോജ്യമായ സാധ്യതകളെ സൃഷ്ടിക്കുന്നു. എന്റെ ബുദ്ധി എപ്പോഴും ധനം സൃഷ്ടിക്കാൻ അനുയോജ്യമായ സാധ്യതകളെ എല്ലാം കൂടി അങ്ങ് ടൈപ്പ് ചെയ്ത് തന്നെ കേട്ടോ. എല്ലാം കൂടി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പഠിച്ചു ചാറ്റ് ബോക്സിൽ ഇട്ടുതരാം. വേർഡ് എടുത്തു. ഓക്കെ, നിങ്ങൾ എല്ലാം കൂടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, സമയം പോകും. എടുത്തോളൂ. ഇനി സാധ്യത കണ്ടെത്തും. അല്ലായാലും ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. അഫർമേഷൻസ് 108 ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസിന്റെ ഒരു PDF ഫയൽ റെഡി ആയിട്ടുണ്ട്. 108 എണ്ണം. അപ്പോ അത് വേണ്ടവർ എത്ര രൂപ അയക്കും? പൈസ അയച്ചാൽ PDF അയച്ചാൽ എത്ര രൂപ അയക്കും? 108 അഫർമേഷൻസ് നിങ്ങൾക്ക് അയച്ചു തരണം. നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിൽ എത്ര രൂപ? ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് ആണ്. ഇതിപ്പോ നിങ്ങൾ എന്നെ ചിരിപ്പിക്കുമല്ലോ. യെസ്, അപ്പൊ 350 ആക്കായിരുന്നു എനിക്കല്ലേ. 350 അഫർമേഷൻ തന്നു കാര്യമില്ലല്ലോ. 108 തന്നെ ഉദ്ദേശിച്ചു. 108-ന് 108 ഒന്നുണ്ടാവും. 108 രൂപ അയച്ചു. ഞാൻ ഇന്നല്ല, 2 ദിവസം കഴിഞ്ഞിട്ട് തരുള്ളൂ. എനിക്കൊന്ന്
അഫർമേഷൻ കൊണ്ട് ചെറിയൊരു പണി. അഫർമേഷൻ എനിക്ക് പ്രിന്റ് എടുത്തിട്ട് ആദ്യമായി ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അത് സമർപ്പിച്ചതിന് ശേഷം അഫർമേഷൻ നിങ്ങൾക്ക് തരുള്ളൂ. പൈസ ഇപ്പോഴേ അയച്ചവർക്ക് തരുള്ളൂ. ശ്രീപത്മനാഭന്റെ അടുത്ത് പോയതിനു ശേഷം മാത്രമേ ഞാനത് തരൂ. ഒരു പ്രാർത്ഥനയാണ്. അത്രയും അത് ആ രീതിയിലാണ് സാധനം. ആ വാങ്ങിച്ചല്ല, ഇത് പുതിയതാ. വാങ്ങിയ സാധനം തന്നെ മാർക്കറ്റിൽ കിട്ടൂല, അത് പുതിയതാ. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു പുസ്തകമായിട്ട് പോകണമെന്നാണ് വിചാരിച്ചത്. ബുക്സ് കംപ്ലീറ്റ് ആയില്ല. ബിസിനസ് ബുക്ക് പോയിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയില്ല. അപ്പൊ അത് നെക്സ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു അത് തന്നെയാണ്. വിളിച്ചോളൂ, അഡ്മിന്മാരെ വിളിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിൾ പേ നമ്പർ ഇപ്പൊ അയച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം തരണമെങ്കിൽ അങ്ങനെ തരാം. അത് കഴിഞ്ഞ ശേഷം തരുള്ളൂ. തിരുവനന്തപുരം ഞാൻ പത്മനാഭൻ ഒന്നിക്കൽ പോകുന്നത് രാത്രി 25-ന് രാത്രി ആയിരിക്കും, അല്ലെങ്കിൽ 26-ന് രാവിലെ ആയിരിക്കും. അതിനുശേഷം തരില്ല, അതിന് മുമ്പ് ചോദിച്ചേക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇവിടെ ആർക്കും കാണുള്ളൂ. ഓക്കെ, വേണ്ടവർ പറയുക, വാങ്ങിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, നന്ദി പറയാനുള്ളതാണ്. നന്ദി പറയാനുള്ളത് മാത്രമാണ്. അത് പറഞ്ഞാൽ മാത്രമേ എന്ത് നൽകുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ നന്ദി നിങ്ങൾ കൊടുത്താൽ നന്ദി കിട്ടും. നന്ദി വേണ്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റ പരിപാടി, അയച്ചേക്കരുത് കാശ്. നന്ദി വേണ്ടവർ, നന്ദി ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങോട്ട് കൊടുക്കാൻ കൂടി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ കാശ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കാനും പ്രാക്ടീസ് ചെയ്യുക. ഇല്ലാതെ നടക്കരുത്. ഇതെന്താ ഗൂഗിൾ പേ വന്നോ ഇപ്പൊ തന്നെ? ക്ലാസിന്റെ ഇടയില്ല. താങ്ക് യു. ഇതേ വന്നു, 108 വന്നു. ഓക്കെ, അപ്പോ ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ദേഷ്യം വേണോ, ദേഷ്യം കൊടുത്തോളൂ. നിങ്ങൾക്ക് സങ്കടം വേണോ, സങ്കടം കൊടുത്തോളൂ. നിങ്ങൾക്ക് ദുഃഖം വേണോ, ദുഃഖം കൊടുത്തോളൂ. എന്ത് വേണ്ടേ അത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. രണ്ടും ഒന്ന് കൊടുത്താൽ എവിടെ കിട്ടും ഞാൻ പറയില്ല. അവർ നാളെ എന്നോട് പറയും, സാറേ ഞങ്ങളെ രാജ്യത്തെ പറ്റി പറയുന്നത്. കൊടുത്താൽ എവിടെ കിട്ടും എന്ന് അറിയില്ല, കൊടുത്താൽ കിട്ടും കേട്ടോ. പുതിയതാണ്, കംപ്ലീറ്റ് പുതിയതാണ്. അതിന് പഴയത് നമ്മൾ റീപ്രൊഡക്ഷൻ, പഴയത് വീണ്ടും അയച്ചു തരില്ല കേട്ടോ, പുതിയതേ ഉള്ളൂ. ഇല്ല, ഞാൻ പറയുന്നില്ല അവിടെ കിട്ടുമെന്ന് പറയുന്നില്ല, കൊടുത്താൽ കിട്ടും, അത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക എന്ത് കൊടുക്കണം, അത് കിട്ടും. ഇത്രയും ലളിതമാണ് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും പരാതി പറയുമ്പോഴും മറന്നു പോകുന്നു. ഇന്നലെ ഒരാൾ പറഞ്ഞ എല്ലാം പറഞ്ഞു കഴിഞ്ഞു പിന്നെ സാറേ തെറ്റുപറ്റിപ്പോയി കേട്ടോ, ഞാൻ എന്തിനാ പരാതി പറഞ്ഞു, പരാതി പറയാൻ പാടില്ലായിരുന്നല്ലോ. നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്താ, ഇനി ബാക്കിയുണ്ടോ, ഫുള്ള് പറഞ്ഞു തീരട്ടെ എന്നിട്ട് വിട്ടതാ ഞാൻ പറഞ്ഞു. ഒരു 15-20 മിനിറ്റോളം പറഞ്ഞു, കംപ്ലീറ്റ് പരാതി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കാ ഒറ്റ ഒരു ടെക്നിക്കിലൂടെ ഇന്ന് രാവിലെ പറയാണ്, സാറേ മാജിക് ആണ് സംഭവിച്ചത്, ഒറ്റ ടെക്നിക്കിലൂടെ. ഇത്രേ ഉള്ളൂ. അത് പറയാനുള്ള പറഞ്ഞു കേട്ടാൽ മതി. ഇപ്പൊ കൊടുക്കരുത്, എല്ലായിടത്തും പോയി കൊടുക്കും. ഞാനൊക്കെ വാങ്ങിച്ച് പോക്കറ്റിലിട്ട് അടുത്ത വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകില്ല. അതുകൊണ്ട് എന്നും പറഞ്ഞു. ഇന്ന് എനിക്ക് അതേപോലെ ഇന്ന് ഭയങ്കര ഉപദേശം ഉണ്ടായി, രാവിലെ തന്നെ ഭയങ്കര ഉപദേശം. അത് പറയാൻ നാളെ ഞാൻ ആ വീഡിയോ കാണുന്നുണ്ട്. ആ മഹത്വത്തെ കൊണ്ട് രണ്ടു പേർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒറ്റ ഉപദേശമായിരുന്നു. എന്നെയും ഞങ്ങളുടെ അഡ്മിനെയും കാശ് മേടിച്ചിട്ട് ആരെങ്കിലും പ്രോഗ്രാം ചെയ്യൂ, കാശ് മേടിച്ചിട്ട് ആരെങ്കിലും ആത്മീയത പറഞ്ഞു കൊടുക്കുവോ, ഇതൊക്കെ തെറ്റായ ആത്മീയത പരിപാടിയല്ലേ. ഞാൻ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ഞാൻ മേടിക്കാറില്ല. പിന്നെ അവര് ചെയ്യുന്ന ഇതൊക്കെ ഇതല്ലേ, കാശ് മേടിച്ചിട്ടാണോ ആത്മീയതക്ക് കാശുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ ഉപദേശങ്ങളായിട്ടാണ്. നമ്മൾ സന്തോഷം, നിങ്ങളുടെ സാധനം ഇവിടെ വെച്ചോ, ഞാൻ കാശ് മേടിച്ചിട്ടാണ് ചെയ്യുന്നത്, എനിക്കറിയാം എത്ര കാശ് മേടിക്കണം എന്നുള്ളത്, അതുകൊണ്ട് അതേ മേടിച്ച് ചെയ്യുന്നുള്ളൂ. ആത്മീയതക്ക് കാശില്ലെങ്കിൽ അവർക്ക് ആത്മാവില്ല എന്നാണ് അർത്ഥം എന്നേ പറയാണ്. ഇതൊക്കെ തെറ്റായ ഇങ്ങനെ കുറെ ധാരണകൾ പഠിപ്പിച്ചു വെച്ച് കുറെ ആൾക്കാരുണ്ട്, അവരൊന്നും മാറില്ല. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് വീഡിയോ ഒന്നും കാണരുത്. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ കുറെ എന്റെ വീഡിയോ കാണരുത്. ഒന്നും കാണാതിരിക്കുന്നത് ഏറ്റവും നല്ല. കണ്ടു കഴിഞ്ഞ് ചിലപ്പോ അബദ്ധവശാലങ്ങൾ നിങ്ങളൊക്കെ നന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അസുരന്മാരില്ലാതെ ആയിപ്പോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവണം. കാരണം ദേവന്മാരുണ്ടാവണം, അസുരന്മാർ വേണം. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ഒറ്റ കാരണവശാലും മാറരുത് എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നൊന്നും വേണ്ടിയില്ല. ഞാനൊന്ന് തഥാസ്തു എന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു, തഥാസ്തു പറയാൻ ദൈവമാണ്. ദൈവമല്ല, തഥാസ്തു പറഞ്ഞ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നാ പറഞ്ഞു, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ തഥാസ്തു പറഞ്ഞ ദൈവമാണെന്ന് പറയുന്നത് അർത്ഥമല്ലോ. മനുഷ്യരോട് പിന്നെ എന്താ ആത്മീയത പറയാനാ, ഒന്നുമില്ല. അപ്പൊ പുള്ളിയോട് ഒരു വാക്കേ ഉള്ളൂ, ദയവേത് ഈ ചാനലേ കാണരുത്, വീഡിയോ കാണരുത്. കണ്ട ചിലപ്പോ നിങ്ങൾ അബദ്ധത്തിനൊക്കെ നന്നായി പോയാൽ ഭൂമിക്ക് വലിയ നഷ്ടമായി മാറും, അതുകൊണ്ട് ചെയ്യുന്നത് എന്നാ പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആളെ പറയണ്ട, ഇങ്ങനെ വളരെ ലളിതമായി പറഞ്ഞതാ, ഒന്ന് ഉപദേശിച്ച് നോക്കിയതാ. ഉപദേശമൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാനത് ഉപദേശ രീതിയിൽ സ്വീകരിച്ചു. പക്ഷെ അത് ആവശ്യമില്ലാത്തതാണ്. ആത്മീയതക്ക് പൈസ മേടിക്കണ്ട. ഞാൻ ആത്മീയത വിൽക്കുന്നൊന്നും ഇല്ല ഇവിടെ, ഒരു ആത്മീയത എന്റെ വിൽക്കാനും ഇല്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു, പോകുന്നു, ഇത്രയേ ഉള്ളൂ. ആത്മീയത ആത്മാവിനെ അറിയുക എന്നത് മാത്രമാണ് ആത്മീയത. അല്ലാതെ അവിടെ എവിടെയോ കിടക്കണ എന്തോ സൂര്യനും ചന്ദ്രനും
അവിടെ ഒന്നും ഞാനില്ല എന്ന് പറയുന്നതിൽ ആദ്യം എന്നെ അറിഞ്ഞാലേ എനിക്ക് സൂര്യനും ചന്ദ്രനും ഭഗവാനെയൊക്കെ അറിയാൻ പറ്റും. എന്നെ അറിയാത്ത എനിക്ക് എങ്ങനെ മറ്റേതിനെ അറിയാൻ പറ്റും? അപ്പൊ അതിനുള്ള ശ്രമം മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് അവനവനെ അറിയാനെങ്കിലും അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക. എന്നാൽ പിന്നെ എല്ലാം ആയി എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒന്നും ആയില്ല, അല്ലെങ്കിലും കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് എന്റെ വികാരം എന്താണ്, എന്റെ വിചാരം എന്താണെന്ന് മാത്രം അറിയുന്നവർക്ക് തന്നെ ആത്മീയത ലഭിക്കുമെന്നാണ് എല്ലാ ഗുരുപരമ്പരകളും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ വായിച്ചതും അറിഞ്ഞതുമായ ഗുരുപരമ്പര അങ്ങനെയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എന്നെ അറിയാനുള്ള തീരത്ത് നിൽക്കുന്ന ഒരാളാണ്. എന്നെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അതിലേക്കൊരു ശ്രമം ചെറിയ രീതിയിലൊന്ന് നടത്തി നോക്കും. ചിലപ്പോൾ ആവുമായിരിക്കും. ഇനി വർഷമുണ്ട്, 40 വർഷം കൂടി ഇനി ഉണ്ടല്ലോ, അപ്പോഴേക്ക് ആവുമായിരിക്കും എന്ന് വിചാരിക്കും, വിശ്വസിക്കാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. പ്രാക്ടീസ് ചെയ്യുക, അഭിവൃദ്ധിപ്പെടുക. തിരുവനന്തപുരത്ത് കാണാം, നേരിട്ട് കാണാം, ബാക്കി കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കാം. ഓക്കെ, ശരി, താങ്ക് യു. ആർക്കും എന്താ അൺമ്യൂട്ട് ചെയ്തോളൂ. വേണ്ട, അയാൾ അങ്ങനെ ചെയ്യരുത്, അയാൾക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നല്ല കാര്യമായി പോവില്ലേ? ചിലപ്പോ അയാൾ മാറിപ്പോലെ മാറാൻ പാടില്ല. ഓക്കെ, താങ്ക് യു. ആരും സംസാരിക്കേണ്ട പറഞ്ഞു. രേഷ്മ പറഞ്ഞു. സാർ, ഞാൻ ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒന്ന് മെഡിറ്റേഷൻ ആയിരുന്നു, നമ്മുടെ ചക്ര ആയിരുന്നു. പിന്നെ അത് രണ്ടെണ്ണം. ഇത് ഒരെണ്ണം പിന്നെ ക്ലാസ് ഒക്കെ. ഞാൻ ഒരു കോസ്മെറ്റിക് ട്രെയിനർ ആണ്. ഈ കോസ്മെറ്റിക്സ് സാധനങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അതില് കോസ്മെറ്റിക്സിന്റെ ട്രെയിനർ ആണ്. ഈ കോസ്മെറ്റിക്സ് ഇല്ലേ, ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അതിന്റെ ട്രെയിനറാണ്. അപ്പം ഞാൻ അതിന്റെ ഒരു ക്ലാസ്സിന്, വലിയൊരു കുറച്ച് ക്ലാസ്സിന് അങ്ങനെ അത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ജനുവരി സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്കിപ്പൊ 2 ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിലൊരെണ്ണം ഇന്നലെ ഇന്നും പാലക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ മെഡിറ്റേഷൻ സാറിന്റെ തന്നെയാണ്. ഞാൻ ചക്രയുടെയാണ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ സാറിന്റെ കംപ്ലീറ്റ് ചെയ്തു. അത് എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. കാരണം ജനുവരി സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പത്തേനും നമ്മള് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തത് തന്നെ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് 2ഉം കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കി കിടക്കണു. പിന്നെ ഈ എപ്പോഴും എവിടെ നോക്കിയാലും 111 അല്ലെങ്കിൽ 4 1 കൂടുന്നു. പിന്നെ 555 അങ്ങനെ 9, പിന്നെ ഒരു 6 കാണാറുണ്ട്. അത് ഫോക്കസ് ചെയ്യാനായിട്ടായിരിക്കും ചിലപ്പം കൂടുതൽ പറയണേ. ടൈം കിട്ടാത്തതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ ഇതാക്കണില്ല. പക്ഷെ എപ്പോഴും ഇത് കാണുന്നുണ്ട്, ഏഞ്ചൽ നമ്പർ കാണുന്നുണ്ട്. യെസ്, ദാറ്റ്സ് ഗുഡ് സൈൻ. 111 കാണുന്നത് ഭയങ്കര നല്ല സൈൻ അല്ലേ? യു ആർ ഇൻ ബിഗിനിങ്. നിങ്ങൾ നിങ്ങളുടെ ബിഗിനിങ് ആണ്. യു ഗോ ക്ലിയർ ആയിട്ട് യൂണിവേഴ്സ് പറയാണ് യു ആർ ഇൻ റൈറ്റ് പാത്ത്. ഓക്കെ, താങ്ക് യു സാർ. പിന്നെ ഞാൻ എനിക്ക് ഇന്നലെ മെഡിറ്റേഷൻ ചക്ര ഇന്നലത്തത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അപ്പം അത് കുഴപ്പമുണ്ടോ ഇല്ലയോ? ഇന്നത്തെ ബാക്കി കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? ചക്രയല്ലോ ഇന്നലെ നമ്മുടെ ഇതല്ലേ 2020 അല്ലേ? കഴിഞ്ഞതാണ്. അല്ലല്ല, ചക്ര മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ 7 days. അപ്പൊ അത് ഇന്നലെ മാത്രം ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചെയ്താണ്. പക്ഷെ അത് ഡെയിലി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പം. പക്ഷെ ഇന്നലത്തത് പറ്റിയില്ല. അപ്പൊ ഇന്ന് കണ്ടിന്യൂ ചെയ്തു പിന്നെ പോകാലോ? ഇന്നലത്തെ ചൊവ്വാഴ്ച തൊട്ട് ബുധനാഴ്ചത്തെ ചെയ്യാം. ഓക്കെ, അത് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. യെസ്, ബിന്ദു ശ്രീകുമാർ ഹാൻഡ് റൈസ് ചെയ്തവർ ആദ്യം പറയട്ടെ. ഒരു മിനിറ്റ്, ഞാൻ പേര് വിളിച്ചിരുന്നു. ബിന്ദു ശ്രീകുമാർ സംസാരിച്ചതിന് ശേഷം മറ്റാൾ സംസാരിക്കട്ടെ. നമസ്തേ സാർ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മള് കഴിഞ്ഞ 2020 മെഡിറ്റേഷനിലാണ് ഞാനിന്ന് സാറിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അന്ന് ചെയ്തതിൽ ഒരു അഫർമേഷൻ കൂടി എനിക്ക് ഇന്ന് സാധിച്ചു കിട്ടി. സാറിനോട് പറയാനുള്ള സന്തോഷത്തിലാണ്. കാരണം എൻ്റെ മോള് UK-യിലാണ്, ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ് ഇവിടുന്ന് മോൾ പഠിച്ചിട്ടാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവൾക്ക് കിട്ടിയ ജോലി ബയോമെഡിക്കൽ സെക്ഷനിൽ തന്നെ സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ ഞാൻ ഈ അഫർമേഷൻ വെച്ചിരുന്നു, എന്റെ കുട്ടിക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി കിട്ടണം എന്നുള്ളത്. അതാ ഈ ജനുവരിയിൽ തന്നെ. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ജനുവരിയിൽ തന്നെ കുട്ടിക്ക് ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ട് തന്നെ ജോലി കിട്ടണമെന്ന് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇന്ന് അതിന്റെ ഓഫർ ലെറ്റർ വന്ന് എന്നെ വിളിച്ച് അവള് പറഞ്ഞു, അമ്മ ആ ജോലി എനിക്ക് കിട്ടിയെന്ന്. അപ്പം അതിനുള്ള നന്ദി അറിയിക്കാണ് സാറിനോട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മോൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സാർ, താങ്ക് യു. പറഞ്ഞേക്ക്. താങ്ക് ഗോഡ്, താങ്ക് ഗോഡ്. നേരത്തെ പ്രമീള പി പറഞ്ഞോ. സാർ, ഞാൻ 2020 മെഡിറ്റേഷൻ ചെയ്തതാ. എന്നിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ ഡേറ്റ് എഴുതി വെക്കൂല, കാര്യം നടന്നില്ല. ഇനി ഞാൻ ഏത് കോഴ്സിനാ ചേരണ്ടേ?
എന്തായിരുന്നു എഴുതി വെച്ചത്? പറയാൻ പിന്നെ പറ്റുന്നതാണോ? ഞാൻ ഓക്കെ ഞാൻ ഓക്കെ. മകന്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ കയ്യിൽ പൈസ കൊടുത്തതാ. ആ ആ, ആ, ഒന്നുമില്ല. എനിക്ക് ഓർമ്മ വന്നു. ആ ആ കണ്ടിന്യൂ ചെയ്യാം. അത് ഓ അത്രയും കുറച്ച് കെട്ടുപണിഞ്ഞ് കിടക്കുന്ന സാധനമല്ല. അത്ര പെട്ടെന്ന് ആ പൈസ തിരിച്ചു കിട്ടോ? അത് ഇല്ല. ഒന്നുകൂടി ബലവത്തായി നല്ല വിശ്വാസത്തിൽ വീണ്ടും പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ ലഭിക്കും കേട്ടോ. വീണ്ടും അതിന് തന്നെ ചേരാനാ? കോഴ്സ് ചെയ്യാനുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതിയല്ലോ. സെയിം തന്നെ ഉം. വീണ്ടും പ്രാക്ടീസ് ചെയ്യാലോ. ഞാൻ റെക്കോർഡിംഗ് തന്നിട്ടുണ്ടല്ലോ. ആ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ. യെസ്, സുനിത പ്രസാദ് പറഞ്ഞോ. ആ സാറേ നമസ്കാരം. എനിക്ക് ഈ ക്ലാസ്സിൽ പറയാവോന്ന് എനിക്ക് അറിയത്തില്ല. പറയാൻ ഞാൻ പറ്റും അല്ല, ഒരു മിനിറ്റ്. പറയാൻ പറ്റുന്ന പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവൂ. മറ്റൊന്നും പറയരുത്. സാറേ ഞാൻ BNA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് ഞാനൊരു 50,000 റുപ്പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1.5 വർഷമായി. അപ്പൊ എനിക്ക് ചാർട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ ഫണ്ട് തിരിച്ചു ചോദിച്ചപ്പം അദ്ദേഹം എക്സ്ക്യൂസ് പറയുവാണ്. അപ്പൊ അതെനിക്ക് ആ ഫണ്ട് കിട്ടണം. അതിന് ഞാൻ എന്ത് അഫർമേഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാനായിട്ടാ സാർ. അഫ്രിമേഷൻസ് ഞാൻ കുറേ അഫ്രിമേഷൻസ് ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട്, യൂട്യൂബ് ചാനലിലും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് അതുമായി സൂട്ടബിൾ ആയി തോന്നുന്ന അഫ്രിമേഷൻ എടുത്ത് പ്രാക്ടീസ് ചെയ്തോളാം. അത് ഇപ്പൊ പറഞ്ഞ ഉപയോഗിക്കാം, ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിലായിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ഏറ്റവും കൂടുതൽ. അഫ്രിമേഷൻസ് അല്ല, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളാണ് ഏറ്റവും ഫലവത്തായി മാറുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്ത് പറഞ്ഞു തരാം. വലിയ ക്ലാസ്സിൽ ചേർന്നാൽ ലൈവ് ഡിസ്കഷനിൽ അതിൽ കൃത്യമായി അതിനെ പാകപ്പെടുത്തി തരാം. ചെറിയ ക്ലാസ്സിലല്ല, വലിയ ക്ലാസ്സിൽ ഇപ്പൊ 2000 രൂപയുടെ ലോ ഓഫ് അട്രാക്ഷൻ വലിയ ക്ലാസ് ചേർന്നാൽ നമ്മൾ ലൈവ് സെഷൻ ഉണ്ടാവും. ആ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ പാകപ്പെടുത്തി പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു സർ. ശരി, ഇനി ആരും ഇല്ലല്ലോ? ഉണ്ട് സർ. പറഞ്ഞു ആദർശം. സർ താങ്ക് യു. ഞാൻ ഇന്നലത്തെ 2020 മെഡിറ്റേഷൻ ആകേഷിന് മാത്രമേ ധരിച്ചുള്ളൂ. കാനഡയില് അവന് PR കിട്ടിയെന്നത് ഇപ്പൊ 5 നിമിഷം മുന്നേ ഫോൺ ചെയ്തു. മീറ്റിംഗിലാണ് എല്ലാം കറക്റ്റ് ആയി. ഇന്നേക്ക് ഇപ്പൊ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ അച്ഛൻ ഞാനിവിടെ സംസാരിക്കുമ്പോ അച്ഛനോട് വിളിച്ചു പറഞ്ഞു. ഇനി ചെറിയൊരു പ്രോസസിന്റെ ഉള്ളൂ, ഇപ്പൊ കിട്ടും. അപ്പുറം ആഷിൻ ഇളയമോന് ഹിന്ദുവില് ആർട്ടിക്കിൾ ഉണ്ട് എന്നും ഇന്നലെ ഉണ്ടായിരുന്നു. അവന്റെ റൂർക്കലെ പോയിരുന്നത് ഇതിന്റെ ആർട്ടിക്കിൾ ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട് അവന്റെ ആർട്ടിക്കിൾ ആഷിന്റെ. വെരി ഗുഡ്, വെരി ഗുഡ്. ആദ്യത്തെ കാര്യം വലിയ കാര്യമല്ലേ നടന്നത്. അത് നല്ല കാര്യം. സന്തോഷം. ഒരു സെക്കൻഡ് നിങ്ങൾ എല്ലാവരും അൺമ്യൂട്ട്. ഞാൻ കംപ്ലീറ്റ് മ്യൂട്ടാക്കേ, അല്ലെങ്കിൽ ക്ലാസ് നടക്കൂല. സന്തോഷ് സാർ പറഞ്ഞോ. സാറേ, ഞാൻ 7 ചക്രാസ് ഇപ്പൊ മനസ്സിലായത് നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തികളും ദേവതകളും സാർ നമ്മൾ കണ്ടെത്തുന്നത്. ഇപ്പൊ മുരുകൻ, സുബ്രഹ്മണ്യ, നാരായണൻ, ശിവൻ, ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉള്ളിലുള്ള ശക്തികളല്ലേ സാർ അവരൊക്കെ? ഡീപ്പ് അതാണ് ശരിക്കും സ്പിരിച്വാലിറ്റി. അതെ അതെ അതെ, എനിക്ക് ഇന്നങ്ങനെ തോന്നി സാർ, ഇന്നങ്ങനെ തോന്നി സാർ. Yes. ഇന്നലെ ഞാനിപ്പം അത് ഈ 7 ചക്രാസ് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ദേവിമാരും ദേവന്മാരും ഉള്ളത്. അത് നമ്മൾ കണ്ടെത്താനുള്ള പരിശ്രമമാണ് ഈ ചക്ര മെഡിറ്റേഷൻ. ഇന്ന് എനിക്ക് വൈകുന്നേരം തോന്നി എനിക്ക്. എല്ലാം അതെ, എല്ലാം നമ്മളിൽ തന്നെയാണ്. ദേവന്മാരും അസുരന്മാരും മറ്റേ എന്താ പറയാ, കൊരങ്ങനും ചിമ്പാൻസി എല്ലാം നമ്മളുടെ അകത്ത് തന്നെ കിടപ്പുണ്ട്. അതായത് ഇപ്പൊ സത്സായി പറഞ്ഞതല്ല, വിളക്കും കൈവച്ചുകൊണ്ട് വെളിച്ചന്വേഷിച്ച് പോകുന്ന പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇത്രയും കാലം. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആ തിരിച്ചറിവിനെയാണ് പറയുന്നത് ആത്മജ്ഞാനം എന്നത്. അതിലേക്ക് എത്തുക എന്നതാണ് ഒരു മനുഷ്യന്റെ പരമപ്രധാനമായ ലക്ഷ്യം. സാർ, ഇന്ന് വൈകുന്നേരം 6:30 മണി എനിക്ക് ഞാൻ ചിന്തിച്ചത്. 6:30 മണിക്ക് ശേഷം. ഇതിനു മുമ്പേ തോന്നിയിട്ടില്ല, ഇന്നത് വ്യക്തമായിട്ട് തോന്നി എനിക്ക്. സാർ, ഇത് പറഞ്ഞ കുറെ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റുന്നില്ല, അത് സമയമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതേ തോട്ട്സിൽ പോയിട്ട് സന്തോഷ് സാർ ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ? ഇതേ തോട്ട്സിൽ പോയിട്ട് ഒന്ന് ഗീത എടുക്കുക, എന്നിട്ട് ജ്ഞാനയോഗം ആ ഭാഗം എടുക്കുക, എന്നിട്ട് വായിച്ചു നോക്കുക. ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാന്റെ ഇത് കാണിക്കുന്നില്ലേ,
എല്ലാം ഞാനാണ് പറയുന്ന ആ ഭാഗമില്ലേ, ആ ആ ഭാഗം എടുത്ത് നോക്കിയിട്ട് സാർ ഒന്ന് കണ്ണടച്ച് അത് മുഴുവൻ വായിച്ചിട്ട് ഒന്ന് കണ്ണടച്ച് ഇത് ആരാണ് ഈ ഞാൻ എന്ന് ഒന്ന് ജസ്റ്റ് അവിടെ ഇരുന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇതെന്താണ് ഭഗവാൻ പറഞ്ഞത് എന്ന് അപ്പോഴാണ് കൃത്യമായി മനസ്സിലാവും. അവിടെയാണ് ഇതിന്റെ പ്രാധാന്യം. ഇപ്പൊ കൂടുതൽ പറഞ്ഞാൽ നമുക്ക് സമയം തികയില്ല, സ്പിരിച്വാലിറ്റി സമയമല്ല. ഇപ്പോ ഞാനും ഇപ്പോഴതിന് റെഡി, ഇപ്പൊ സമയമല്ല അതുകൊണ്ട് ഏതായാലും തഥാസ്തു അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് പോവാ. അത് ഏറ്റവും മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ടോട്ടൽ സ്പിരിച്വാലിറ്റിയുടെ ഒരു സെഷൻസ് തുടങ്ങിയാലോ എന്നുള്ള ആലോചന. പക്ഷെ സമയപരിമിതി വലിയ വിഷയമാണ് അതിനകത്ത്. കാരണം അതിങ്ങനെ അനന്ത സാഗരമായതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് പിടിച്ചാൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി സാറേ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി, ഞങ്ങളോട് എല്ലാം പഠിച്ചോട്ട്. അല്ല, ഞാൻ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയുടെ മാത്രം ആളാണ്. ഒരു അതിനെ എല്ലാരും പറഞ്ഞ് പിന്നെ പറയാം, ഇന്ന് വേണ്ട, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ശരി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. സാർ ഞാൻ അനിതയാണ്. സാർ എന്റെ വസ്തു വിൽക്കായിട്ടേക്കണം. പുള്ളി ആ വഴി എന്ന് പറഞ്ഞ പഞ്ചായത്ത് തടമാണ്. അപ്പൊ അത് മാത്രം ആ പഞ്ചായത്തില് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ന് അഫർമേഷൻ എഴുതും, പക്ഷെ എനിക്ക് ഇതുവരെ അതൊന്നും ശരിയായി കിട്ടിയില്ല. അഫർമേഷൻ എഴുതുമ്പോൾ എല്ലാം ശരിയാകുമെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ക്ലാസ് ഒന്ന് കേൾക്കണേ. അഫർമേഷൻ മാത്രം എഴുതിയതുകൊണ്ട് ശരിയാവുമെങ്കിൽ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ ട്രംപിനെ പുറത്താക്കാൻ നമ്മളെല്ലാം കൂടി അഫർമേഷൻ എഴുതിയാ പോരെ? 2020 ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നോട്ട് എഴുതിയാണ്. കണ്ടീഷൻ വിൽ നോട്ട് വർക്ക് ഫോർ എനിവെയർ. അത് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല, നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. പക്ഷെ നോക്കൂ, നിങ്ങളത് ഏതൊക്കെ വർക്ക് ചെയ്യാൻ ഒറ്റ സമയത്തായിരിക്കില്ല, സമയം എടുക്കുമായിരിക്കും, ഓരോന്നിന്റെ അവസ്ഥകൾ വ്യത്യാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ ഹിപ്നോസിസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും, അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ പങ്കെടുക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പിന്നെ അതിനെ വല്ലാണ്ട് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അറിഞ്ഞ് ചോദിക്കട്ടെ എന്ന രീതിയിലാണ്. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാറ് നിൽക്കും എല്ലാ ക്ലാസ്സുകൾ കോഴ്സ് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സമീപനം എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നിട്ടാണ് ഞാൻ പറയാത്തത്. മാക്സിമം ചെറിയ പൈസക്ക് കോഴ്സുകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട്. പക്ഷെ ചിലത് വല്ല നന്ന പണിയുണ്ട്. ഇപ്പൊ ഒരാളെ ട്യൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ 2-3 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ ഇരിക്കുമ്പോൾ ഇറ്റ് വിൽ കോസ്റ്റ് ഫോർ മീ. അങ്ങനെയാണല്ലോ ഞാൻ കഞ്ഞുപിടിച്ച് ചെയ്യുന്നത്. എനിക്കിവിടെ ചെലവും കാര്യങ്ങളൊക്കെ കഞ്ഞുപിടിച്ച് പോകേണ്ടിയിരിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ ഏതായാലും നോക്കൂ, വീണ്ടും ട്രൈ ചെയ്യുക. പക്ഷെ ഇല്ലെങ്കിൽ അനിത, ഇല്ലെങ്കിൽ ഒന്ന് 1-to-1 എടുത്ത് നോക്കൂ. എന്നിട്ട് നമുക്ക് എന്താ ആലോചിച്ച് നോക്കാം എന്താന്നുള്ളത്. അതിനനുസരിച്ച് ഒരു വഴി പറഞ്ഞു കേട്ടോ. അത് യൂട്യൂബിലുണ്ടോ? ഏത് 1-to-1? 1-to-1 ഞാനും നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന യൂട്യൂബിൽ എങ്ങനെ കിട്ടും? അത് ഞാൻ കേട്ടിട്ടില്ല സാർ, അതാണ് ആ ക്ലാസ് ഞാൻ ക്ലാസ് അല്ല, നമ്മൾ നിങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി നമുക്ക് ആലോചിച്ച് നോക്കാം. സാർ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. ശരി, സരോജമ്മ എന്തോ പറയാൻ വന്നിരുന്നു, അതൊന്ന് സരോജം സി എം പറഞ്ഞു. അല്ല, അത് അൺമ്യൂട്ട് ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ. അൺമ്യൂട്ട് ചെയ്യണം. പോയോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരാത്? ഞാൻ സുരേഷ്. പറഞ്ഞു സാർ. സാർ, എന്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ ഡിസംബർ 15-ാം തീയതി മുതലാണ് സാറിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കണ്ടു തുടങ്ങിയത്. ഇപ്പോൾ മിക്കവാറും എല്ലാ വീഡിയോസും കണ്ടു. അതുപോലെ തന്നെ സാറിന്റെ 2 കോഴ്സുകൾ ചെയ്തു. ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തു, ഇപ്പോൾ ഗോൾ സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സാറ് പറഞ്ഞ എല്ലാ മേഖലയിലും, അതായത് മണി, ഹെൽത്ത്, റിലേഷൻ, എന്റർടൈൻമെന്റ്, എല്ലാ മേഖലയിലും വളരെ നല്ല വ്യത്യാസം ഉണ്ട് എനിക്ക്. അതുപോലെ എനിക്ക് മുടങ്ങിക്കിടന്ന ഒരു പൈസ കിട്ടാൻ വേണ്ടി ആ 60 സെക്കൻഡ് അഫർമേഷൻ ഞാൻ ഒറ്റ ദിവസം ചെയ്തു. പിറ്റേ ദിവസം ആ പൈസ അവർ ഗൂഗിൾ പേ ചെയ്തു തന്നു. ഇതിലിപ്പോ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം ഇതല്ല സാർ. ഈയിടെ ഒരു മിറാക്കിൾ സംഭവിച്ചു. അതായത് ഡിസംബർ 17-ാം തീയതി ആണെന്ന് തോന്നുന്നു. 17-ാം തീയതി രാവിലെ ഞാൻ എന്റെ മുറ്റത്തൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ള ഒരു കല്ല് ഞാൻ കണ്ടു. ഒരു പ്രത്യേകത തോന്നിയ, അപ്പൊ ഒരു വെള്ളാരം കല്ല്. ഞാൻ അത് എടുത്ത് കയ്യിലൊന്ന് നോക്കിയിട്ട് ആ ഒരു സൈഡിൽ തന്നെ, ആ മുറ്റത്ത് തന്നെ അവിടെ ഇട്ടു. അന്ന് വൈകുന്നേരത്തെ സൂം ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ കൃഷി സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ സാറിന്റെ അന്നത്തെ ആ വീഡിയോ കാണുന്നത്. അതിന്റെ ക്യാപ്ഷൻ കണ്ടതാ ഞാൻ ഞെട്ടിപ്പോയി.
ഒരു ചെറു കല്ലുകൊണ്ട് ജീവിതം മാറ്റിമറിക്കാം. അതായത് സാർ ആ ക്ലാസ് എടുക്കുന്നതിന് ഏകദേശം ഒരു 15 മണിക്കൂർ മുമ്പ് ഈ കല്ല് എൻ്റെ കയ്യിലെത്തി. എനിക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയെങ്കിൽ വളരെ നന്ദി. ഇതാണ് ആ കല്ല്. സാർ എനിക്ക് സാർ സരോജം പറയുവാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ പറഞ്ഞോ, തിരിച്ചു വരാം സുരേഷ് സാറേ, ഒരു മിനിറ്റ്. ഓക്കെ സാർ, പറഞ്ഞോളൂ. സാർ എനിക്ക് അടുത്ത് ചക്രയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ചക്രയിലേക്കോ? ചക്രയിൽ ചക്ര ക്ലാസ് കഴിഞ്ഞല്ലോ. വേണ്ടേ? ചക്ര ക്ലാസ് കഴിഞ്ഞല്ലോ. നിങ്ങൾക്ക് എത്ര വയസ്സായി ഇപ്പോ? അല്ല അങ്ങനെ ചോദിച്ചല്ല, ഞാൻ ആരോഗ്യസ്ഥിതി ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. 60 കഴിഞ്ഞു സാർ. 60. അത്രേ ഉള്ളൂ. ആരോഗ്യാവസ്ഥ ചോദിക്കാൻ അറിയാൻ വേണ്ടി ചോദിച്ചു കേട്ടോ. ചക്രയിന് തുടങ്ങുന്ന ക്ലാസ് കയറിക്കോളും. നെക്സ്റ്റ് തുടങ്ങുമ്പോ കയറിക്കോളും. ആരോഗ്യത്തിൽ എന്തെങ്കിലും വിഷയമുണ്ടോ വേറെ? വേറെ വിഷയമില്ല. ഇതുകൊണ്ട് ഡയബറ്റീസിന്റെ ഷുഗറിന്റെ ഡയബറ്റീസ് വേറൊന്നുമില്ലല്ലോ. ഇല്ല. നടുവിനോ കൈകാലുകൾക്കൊന്നും വേദനയൊന്നും ഇല്ലല്ലോ? അതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മാറിപ്പോയി സാർ. കുറെയൊക്കെ മാറി, മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യോ, പ്രസീത ഒന്ന് വിളിച്ച് സംസാരിച്ചോളൂ. ആയിക്കോട്ടോ, സംസാരിച്ചോളൂ. നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നുണ്ടോ? തിരുവനന്തപുരത്ത് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സാർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാഡത്തിന്റെ അടുത്ത് പറഞ്ഞു. ഒന്ന് സംസാരിച്ചോളൂ കേട്ടോ, എന്നിട്ട് തീരുമാനിക്കാം. ശരി. എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ഒരു സെക്കൻഡ്, ഇതൊന്ന് കഴിയട്ടെ. ഒരു മിനിറ്റ്. എനിക്ക് നമ്മുടെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നില്ലേ, സുരക്ഷിതമായ പണം യൂട്യൂബില്, അതൊന്ന് തരുമോ? അത് ഇടുവോ? അതിപ്പോ ഇല്ല. ഞാനത് കുറച്ച് ദിവസമായി അത് തപ്പണു. യൂട്യൂബിൽ ഇപ്പൊ അതില്ല. അങ്ങനെ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, ഒരു ക്ലാസ്. അതിൽ കുറച്ച് മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ലക്ഷ്മി ദേവിയുടെ ഒക്കെ ആയിട്ട്. ക്ലാസ് ആണോ? ക്ലാസ് ആണെങ്കിൽ അത് ഉണ്ടാവും യൂട്യൂബില്. ഞാനത് കൊറേ നോക്കി, അതിലില്ല. ഞാനിപ്പോ അത് തപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതിനേക്കാളും നിങ്ങൾ അല്ല, അത് ഇല്ല ഇപ്പൊ ഇതിലില്ല. നമ്മളൊന്നും എന്റെ പഴയ ഫോണിലായിരുന്നു. ആ ഫോണ് പോയത് കൊണ്ട് പുതിയ ഫോണായപ്പോ സുരക്ഷിതമായ യൂട്യൂബിലല്ലേ ഉണ്ടാകുന്നത്. അത് ഇപ്പൊ അതില്ല യൂട്യൂബില്. അതിന്റെ യൂട്യൂബിൽ ഉണ്ടാവും. ഇല്ലെങ്കിൽ അഡ്മിനെ വിളിച്ചോളൂ കേട്ടോ. ഇത് ക്ലാസ്സിൽ വന്നിട്ട് നമ്മൾ അഡ്മിനെ വിളിച്ച് ചോദിച്ചാൽ മതില്ല, അവര് ഹെൽപ്പ് ചെയ്യില്ലേ. അല്ലെങ്കിൽ ക്ലാസ്സിൽ ആരെങ്കിലും വിളിച്ചാൽ ചോദിച്ചാൽ പോരെ കേട്ടോ. സുരേഷ് സാർ പറഞ്ഞ ഒരു കാര്യം, ഇത് മുമ്പ് ഇവിടെയും ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, അല്ലെ? ഇതിനു മുമ്പ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായി നിങ്ങളോട് ഒരു കാര്യം പറയാം. നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ ലോകം ചലിക്കുന്നതൊക്കെ എന്തൊക്കെയോ ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളത്. അതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. ഇങ്ങനെ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണെന്നാണ് നമ്മുടെ യഥാർത്ഥ വിചാരം. നേരത്തെ സന്തോഷ് സാർ പറഞ്ഞതും നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ എവിടെയാണ് ആക്ച്വലി നമ്മൾ കാണുന്നതും ഇരിക്കുന്നതും അറിയുന്നതും പോകുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ അകത്ത് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അകത്ത് കണ്ടതും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങളെ മാത്രമേ നമുക്ക് പുറത്തുനിന്ന് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത പറ്റില്ല. അതായത് നമ്മളിപ്പോ ഇത് പുതിയൊരു സാധനമാണല്ലോ നമ്മൾ കാണുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്കൊരു കാര്യത്തെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് മുൻകൂട്ടി നമ്മുടെ ബ്രെയിനകത്തുണ്ട് എന്നുള്ളതാണ്, ഇല്ലാത്തൊരു സാധനം. അപ്പോൾ ബ്രെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ സദാ ആ സാധനത്തെ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. ഞാൻ സത്യമായിട്ടും പറയാം, ഒരു കാര്യം പറയാം. കല്ല് കൊണ്ട് ഒരു മാജിക് എന്നുള്ളത് ക്ലാസ് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു. ക്ലാസ് എടുക്കാൻ വരുന്നത് വരെ ഇല്ലായിരുന്നു, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ലായിരുന്നു. നമ്മൾ അന്ന് ക്ലാസിന്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചതടക്കം വേറെതാ.
എന്താണ് വേറെന്തോ ആണ്, എനിക്ക് പേര് വന്നുപോയി. വേറെന്തോ ഒരു സാധനമാണെന്ന് എല്ലാവർക്കും പബ്ലിഷ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം പഠിപ്പിക്കാൻ പോകണമെന്ന്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് എടുത്ത ട്വിസ്റ്റ് ആണ്, എനിക്കറിയില്ല എവിടെ നിന്നാണ്. രണ്ടാമത്തെ ആളാണ് ഇപ്പൊ പറയുന്നത്, ഞങ്ങള് എന്റെ കല്ല് ഇന്ന് കിട്ടിയെന്നോ വേറൊരാൾ പറഞ്ഞു. ഞങ്ങള് വേറെന്തോ ഒരു കാര്യം അന്ന് തന്നെ ക്ലാസ്സിൽ പറഞ്ഞു. എവിടെ നിന്ന് എനിക്കറിയില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കറിയില്ല. ഞാനിവിടെ വന്നു, ക്ലാസ് ഒക്കെ അനൗൺസ് ചെയ്തതെല്ലാം കറക്റ്റാണ്. പിന്നെയാണ് ഞാൻ എന്റെ ഡിസൈനറെ വിളിച്ചു പറഞ്ഞത്, മോനെ ഈ കല്ല് കൊണ്ടൊരു മാന്ത്രിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാപ്ഷൻ എടുത്ത് നാളെ രാവിലേക്ക് നീ ഡിസൈൻ ചെയ്ത് തന്നാൽ മതി. എന്നിട്ട് ആദ്യം തന്ന ഡിസൈൻ അത്ര കാര്യമുണ്ട്, രണ്ടാമത്തെ ഡിസൈൻ ചെയ്തതാണ് യൂട്യൂബിൽ ഇപ്പൊ തമ്മിലായിട്ട് കിടക്കണേ. അപ്പോ ചില കാര്യങ്ങൾ ഞാൻ ഇതിനെ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ, ആരൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തത് ഇവിടുന്ന് ലഭിച്ചു എന്ന് മാത്രമാണ്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. അതിനപ്പുറത്തേക്ക് എനിക്ക് പറയാം, ഞാനും ആളല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ, ഇത് യാഥാർത്ഥ്യമാണ്. അതാണ് ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു ടെക്നിക്കോട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കത് മാറ്റം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? പൈസ കിട്ടുന്നത് എന്തുകൊണ്ടാ? ഇത് എന്തൊക്കെയോ നമ്മളുടെ അപ്പുറത്തും പല കാര്യങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തും പല കാര്യങ്ങളും സംഭവിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. അത്രേ എനിക്കതിനകത്ത് പറയാൻ പറ്റും. അതിനപ്പുറം പറയാനായിട്ട് ഐ എം നോട്ട് എ സയന്റിസ്റ്റ്. സയന്റിസ്റ്റിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ വേറെ രീതിയിൽ, പക്ഷെ അതും യാഥാർത്ഥ്യമാവണമെന്നില്ല. ഇത്രയും ലളിതമാണ്. ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആഗ്രഹിച്ചാൽ ലഭിക്കുക തന്നെ ഉള്ളൂ. സാർ ആ കല്ല് കിട്ടുമ്പോഴും സാറിന്റെ ഇത്രയേ ഉള്ളൂ. നടന്നിട്ടുള്ള ഒരു പ്രക്രിയ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ പറയാം. സാർ ആ കല്ല് കിട്ടുന്ന സമയത്ത് അതിനെ നോക്കി അതിനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ആ സാധനത്തെ നിങ്ങൾ ആഗ്രഹിക്കാതെ കല്ലെടുത്ത് വെക്കില്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അതിനെ കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും എന്തെങ്കിലും. ആ ആഗ്രഹത്തെ പല രീതിയിൽ നിങ്ങളിലേക്ക് തന്നെ പൂർത്തീകരണത്തിന് വന്നു എന്ന് മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾ ആ കല്ല് വിടില്ലല്ലോ, നിങ്ങൾ കയ്യിൽ വെച്ചില്ലേ പല കാര്യം. അപ്പൊ ആ കല്ലിന് അതെന്നും ഇനി കൈ വെക്കും, കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. അതൊരു ആഗ്രഹം സഫലീകരണം അതിലൂടെ നടക്കുന്ന, അങ്ങനെ പലതും സംഭവിക്കാം. അങ്ങനെയാണ്ട് ഭഗവാൻ പണ്ട് കല്ലായി കിടന്ന അഹല്യെ ഒരു മുട്ടിനത് അഹല്യാണെന്ന് അറിഞ്ഞിട്ടല്ലല്ലോ. എങ്കിലും അഹല്യ തൊട്ടപ്പോ കല്ല് അഹല്യായി മാറി എന്നൊക്കെ പറഞ്ഞ കഥകൾ, ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിഹാസങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യം. അതിനപ്പുറത്തേക്കൊന്നും ആരും ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാം അതിൽ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ ഉയർത്താൻ സാധിക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് ചെയ്യാം. സമയമായി. മെഡിറ്റേഷൻ സമയം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. മെഡിറ്റേഷൻ കയറിക്കോളൂ.